വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ പോയി. ആ വീട് 2 സെലിബ്രിറ്റികളുടെ വീടാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ആ സെലിബ്രിറ്റികളെ കുറിച്ച് ഓർത്തപ്പോൾ. ഒരു പക്ഷേ എനിക്ക് മനസ്സിലാവും, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ സലീം കോടത്തൂരും അവരുടെ മകള് ഹന്ന സലീമിൻ്റെയും വീട്ടിലാണ്. മാഷാ അല്ലാ, 2 പേരെയും കാണാൻ കഴിഞ്ഞു. വളരെ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ് ഞാൻ സലീം കോടത്തൂരിൻ്റെ വീട്ടിൽ സലീം കോടത്തൂർ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് സലീം കോടത്തൂരിൻ്റെ വീട്ടിൽ പോണത്. അപ്പോൾ സലീം കോടത്തൂരിനെ ഇഷ്ടമുള്ള ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക. ഇന്ന് സലീം കോടത്തൂർ അറിയപ്പെടുന്നത് ഒരു എന്താ പറയുക, ഗായകനെന്നല്ല, ഹന്നമോളുടെ വാപ്പയാണ്. കാരണം രാജകുമാരിയാണ് ഹന്നമോൾ. അത്രമേൽ ആ മകളെ സ്നേഹിക്കുന്ന ഒരു വാപ്പ എവിടെയാണെങ്കിലും നന്നായിട്ട് പാട്ട് പാടും. ഇങ്ങനെ ഒരു വേറിട്ട വ്യക്തിത്വമാണ് ഹന്നമോൾ. ആ ഹന്നമോളുടെ ഉപ്പയായിട്ട് മാറിയിരിക്കുന്നു ആര്? സലീം കോടത്തൂർ. സലീം കോടത്തൂരിനെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടാവില്ല. സലീം കോടത്തൂരിൻ്റെ പാട്ടൊക്കെ ആണല്ലോ നമ്മുടെ യൗവനവും കൗമാരവും ഒക്കെ സമ്പന്നമാക്കിയത്. തൃശ്ശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശമായ കോടത്തൂർ ഗ്രാമത്തിലെ പരേതനായ ഏനു ഖദീജ ദമ്പതികളുടെ മകനാണ് സലീം കോടത്തൂർ എന്ന ആ നല്ല ഗായകൻ. പിതാവ് കുറേ കാലം UAE പ്രവാസിയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് പിതാവ് ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. ഇളയ മകൻ സലീമിന് 6ാം ക്ലാസ് പറഞ്ഞതിന് ശേഷം മദ്രസയിൽ ഒരു പള്ളിയിലൊക്കെ ആയിട്ടൊരു മതപഠനത്തിന് ചേർത്തു. അപ്പോഴും പക്ഷേ സലീമിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് സംഗീതമാണ്. നാട്ടിലെ ഓഡിയോ കേസറ്റ് കടയിലെ മാപ്പിളപ്പാട്ടുകൾ കേട്ട് പഠിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പാടും. വീട്ടിൽ റേഡിയോയോ ടേപ്പ് റെക്കോർഡൊക്കെ പോയിട്ട് ഒരു വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല. മുപ്പരുടെ ഒരു പഴയ വീട്, ആ പഴയ കാലത്തൊരു ഓലമേഞ്ഞൊരു വീട് മുപ്പരെന്നും ആ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ വളാഞ്ചേരിയിലെ ദർസിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദഫ് മുട്ടിൽ കമ്പം തോന്നിയത്. കാരണം മദ്രസയിലൊക്കെ നബിദിനത്തിൽ പ്രധാനമായിട്ട് ദഫ് മുട്ടുണ്ടാവുമല്ലോ. അങ്ങനെ സ്വന്തം നാട്ടായ കോടത്തൂരിലെ മദ്രസയിൽ ദഫ് മുട്ട് പരിശീലകനായിട്ടാണ് കലാരംഗത്തേക്കുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. പക്ഷേ അതുകൊണ്ട് മാത്രം ജീവിതം മുന്നോട്ട് പോകില്ലെന്ന് മനസ്സിലായപ്പോൾ മാപ്പിളപ്പാട്ടിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യം പാട്ടുകൾ എഴുതി. ഗായകൻ അഫ്സലിന് വേണ്ടിയിട്ടാണ് കുറേ മാപ്പിളപ്പാട്ടുകൾ എഴുതിയത്. അങ്ങനെ ദർസിലെ പഠനത്തിന് ശേഷം വർക്ക്ഷോപ്പ്, പന്തൽ പണി, ഗുജറാത്തിൽ റെസ്റ്റോറൻറ്റ് ജീവനക്കാരൻ തുടങ്ങി മാങ്ങ പറിക്കാൻ പോലും പോയി ഒരുപാട് ജോലികളെടുത്തിട്ടുണ്ട്. ഇന്ന് സലീം കോടത്തൂർ അറിയപ്പെടുന്നൊരു മാപ്പിളപ്പാട്ടുകാരനാണ്. ഒരുപാട് വേദികളിൽ അദ്ദേഹം അവാർഡുകൾ വാങ്ങിയിട്ടുണ്ട്. വീട് നിറയെ പുരസ്കാരങ്ങളാണ്. ആ വീട്ടിൽ നോക്കിയാൽ കാണും എന്തോരം പുരസ്കാരങ്ങളും. ആ മകൾ ഹന്നമോൾക്കടക്കം മമ്മൂട്ടിയിൽ നിന്ന് വരെ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഇപ്പം മൂപ്പര് പറയും ഹന്നമോളൻ്റെ രാജകുമാരിയാണ്, ഉപ്പാടെ ഭാഗ്യക്കുട്ടിയാണ് എന്നുള്ളത്. സലീം സുമീറ ദമ്പതികളുടെ 3ാമത്തെ മോളാണ് ഈ ഹന്ന. മൂത്ത മകൻ സിനാന് നന്നായിട്ട് പാട്ട് പാടും കേട്ടോ, മൂത്താളും. 2ാമത്തെ മകൾ സനാ സലീം, അവൾ നഴ്സിംഗ് എങ്ങാനോ പഠിക്കുന്നു തോന്നണം. പിന്നെ ഭാര്യ സുമീറ ഹന്നമോളെ ഗർഭം ധരിച്ചതിൻ്റെ 7ാം മാസത്തിൽ പരിശോധിച്ച ശേഷം ഡോക്ടർമാർ ആദ്യം പറഞ്ഞത് ഈ കുഞ്ഞിന് മതിയായ ഭാരമില്ല എന്നാണ്. ഈ കുഞ്ഞ് ജീവനോടെ ജനിക്കില്ല എന്നും ഡോക്ടർമാർ വിധി എഴുതി. ഇനി ജനിച്ചാലാവട്ടെ അധികകാലം ജീവിക്കില്ലെന്നും ജീവിച്ചാലും മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ ആയിരിക്കില്ല എന്നൊക്കെയാണ് ആരോഗ്യവകുപ്പ് തീർത്തുകൂട്ടി പറഞ്ഞത്. ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തരണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പല മികച്ച ഡോക്ടർമാരുടെ അടുത്തും ചികിത്സയൊക്കെ പോയി. ഒടുവിൽ ഒരു കൈപ്പത്തിയിൽ ഒതുക്കാവുന്ന വലിപ്പത്തിലുള്ള ഒരു കുഞ്ഞു മോള് ജനിച്ചു. അത് കണ്ടപ്പോൾ മാത്രമാണ് കണ്ണു നിറഞ്ഞത്. പക്ഷേ 2 വിരലുകളില്ലാത്ത കുറവേ അപ്പുണ്ടായിരുന്നുള്ളൂ. കൂടാതെ മുഖത്തെ ചെറിയ രീതിയിലുള്ള ഒരു കോടിച്ചയും. കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനായിട്ട് വളർച്ചക്കായിട്ട് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശ്ശൂരുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ പിന്നീട് പരിശോധനയ്ക്ക് പോയത്. ഈ കുഞ്ഞ് നടക്കുകയോ ഇരിക്കുകയോ സംസാരിക്കുകയോ ഇല്ല. പ്രായത്തിനനുസരിച്ച് ശാരീരികമായി വളർച്ചയും ഉണ്ടാവില്ല. മുടി വളരില്ല. നട്ടെല്ലിൽ നീർക്കെട്ടുണ്ട്. അത് മാറ്റാൻ ശസ്ത്രക്രിയ ആവശ്യമാണ്. അത് ചെയ്താലും കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ 20% സാധ്യത മാത്രമേ ഉള്ളൂ. മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. എല്ലാവർക്കും ഹൃദയം നെഞ്ചിൻ്റെ ഇടതുഭാഗത്തേക്കാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിന് വലതുഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ശ്വാസമെടുക്കാൻ ഏറെ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് നടത്തിയ പരിശോധന ഹൃദയം ഇടതുഭാഗത്തിനുണ്ടെന്ന് കണ്ടെത്തിയേ, അത് വേറെ കഥ. അങ്ങനെ ടെസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ മുന്നിലേക്ക് വെച്ച് ഡോക്ടർ ഇത് പറയുമ്പോഴും എല്ലാം സഹിക്കാനുള്ള ശക്തി തരണ റബ്ബേ എന്നായിരുന്നു സലീം കോടത്തൂരിൻ്റെയും ഭാര്യയുടെയും പ്രാർത്ഥന. അവിടെ വെച്ച് മറ്റൊരു തീരുമാനം കൂടി എടുത്തു. എങ്ങനെയാണോ എൻ്റെ റബ്ബ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നത് അങ്ങനെ തന്നെ ഞാൻ വളർത്തും.
അതൊരു ഉറച്ച തീരുമാനം. ഏത് രൂപത്തിലായാലും അവളെൻ്റെ പൊന്നുമോളാണ്, എൻ്റെ മറ്റു മക്കളെപ്പോലെ. ഏതവസ്ഥയിലായാലും അവളെൻ്റെ രാജകുമാരിയാണ്. പലരും കാണുമ്പോൾ ചോദിക്കും, തനിക്കൊരു ഭിന്നശേഷിക്കാരായ മോളില്ലേ എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ സലീം കോടത്തൂർ കരുതി. സലീം കോടത്തൂരിൻ്റെ കൂടെ അവളിന്നൊരു രാജകുമാരിയായിട്ട് പാറി നടക്കുകയാണ് ആ വീട്ടിലും അവൻ പോകുന്നിടത്തൊക്കെ. ഇന്ന് ആ സലീം കോടത്തൂർ എന്ന് പറയുന്ന ഹന്നമോളുടെ വാപ്പയാണ്, അല്ലാതെ സലീം കോടത്തൂരിൻ്റെ മകളായിട്ടില്ല. ഹന്നമോള് ഭിന്നശേഷിക്കാരിയോ മറ്റു കുറവുകളോ ഉള്ളൊരു കുട്ടിയല്ല. ഇപ്പോൾ വന്നേരി സ്കൂൾ 8ാം ക്ലാസ്സിലാണ് ആ മോള് പഠിക്കുന്നത്. ഹന്ന നന്നായിട്ട് പാടും, മറ്റു കുട്ടികൾക്കൊപ്പം നൃത്തം വെക്കും, ഇങ്ങനെ നന്നായിട്ട് പഠിക്കുന്നൊരു പൊന്നുമോളാണ്. ഒരു നിമിഷം പോലും ഈ മോളെ പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത ഒരാളാണ് സലീം കോടത്തൂർ. അതുകൊണ്ട് എവിടെ ചെന്നാലും അവളുടെ അരികിൽ ഓടിയെത്താനാണ് മൂപ്പര ശ്രമം. അപ്പോൾ സ്കൂളിൽ പോലും കൊണ്ടാക്കലൊക്കെ ആദ്യം ആരെന്നായിരുന്നു? സലീം കോടത്തൂരിനായിരുന്നു. പിന്നെ മോളോടുള്ളൊരു സഹതാപം മുതലാക്കി സമ്പാദിക്കുന്നു എന്നൊക്കെ ആദ്യകാലത്തൊക്കെ ഒരുപാട് പേരിങ്ങനെ ആരോപണം കൊടുന്നിരുന്നു. ഇവർ ഈ ഒരു രൂപമൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് എന്തോ ഒരു ഇത്, എപ്പോൾ ഉദ്ഘാടനത്തിന് പോകുമ്പോഴും സലീം കോടത്തൂർ മകളെ കൊണ്ടും അങ്ങനെ ഒരുപാട് കുത്തുവാക്കുകളും മോശത്തരം പറയാനൊക്കെ പണ്ടും മലയാളികൾ മുമ്പിലാണല്ലോ. ഇന്ന് സലീം കോടത്തൂരിനേക്കാൾ ആളുകൾ ചേർത്ത് പിടിക്കുന്നത് ഹന്നമോളെ. മുമ്പ് ഈ ഹന്നമോളായിട്ട് പരിപാടിക്ക് പോകുമ്പോൾ ഈ ഹന്നമോൾക്ക് ഈ വാപ്പ കൊടുത്തൊരു മോട്ടിവേഷൻ ഉണ്ട്, ജീവിതം കൊണ്ട് കൊടുത്തൊരു മോട്ടിവേഷൻ. എപ്പോഴും കൂടെ കൊണ്ട് നടന്ന് അവൾ ഇന്നൊരു എന്താ പറയുക, എല്ലാവരും ഉറച്ച മനസ്സായിട്ട് വാപ്പാനേക്കാൾ ഉറച്ച മനസ്സുള്ള ഒരു മോളാണ്. ഒരു പക്ഷേ മോളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പാട്ട് കേട്ടിട്ട് ആ പാട്ടുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് പേര് നെഗറ്റീവ് കമൻ്റ് ഇടുമായിരുന്നു. കുറേ മലയാളികളുണ്ട് ഒരു മനുഷ്യൻ്റെ സന്തോഷത്തിന് അതിരിടുന്ന ആളുകൾ. ഈ പൊന്നുമോളോട് നമ്മൾ സംസാരിക്കുമ്പോഴാണ് മനസ്സിലാവുക എത്ര നല്ല പോസിറ്റീവാണ് അവർ എന്നുള്ളത്. ഇന്നിപ്പോൾ സലീം കോടത്തൂരിൻ്റെ ഇശലുകൾക്ക് ഇത് ഇഷ്കിൻ്റെ ഇരട്ടി മധുരം നൽകുന്ന ഒരു പൊന്നുമോളാണ് ഈ ഹന്നമോൾ. അതിൽ പരം സന്തോഷം തനിക്കെന്താണെന്ന് സലീം കോടത്തൂർ ചോദിക്കണം. ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവാനായ ഉപ്പയാണ് ഞാൻ. ഈ ഒരു സലീം കോടത്തൂരിൻ്റെ ഈ വാക്ക് പോലെ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഭിന്നശേഷിക്കാരായ മക്കളെ വളർത്തുന്ന വാപ്പമാരെ, ഉമ്മമാരെ, അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾ ഈ മക്കളെ ഓർത്ത് ദുഃഖിക്കണ്ട. ദൈവം നൽകിയതെന്തോ അത് അതുപോലെ സ്വീകരിച്ച് ഈ ഉപ്പ ഒരു മാതൃകയാണ്. സലീം കോടത്തൂർ ഒരു മാതൃകയാണ്. അദ്ദേഹം തൻ്റെ മകളെ എത്രമാത്രം അവർ കൊടുക്കുന്ന ലൈഫിൽ കൊടുക്കുന്ന ഒരു വലിയ പിന്തുണ ഉണ്ട്, കെയറിങ് ഉണ്ട്. അതാണ് ആ മകളുടെ ഒരു വിജയം. പിന്നെ വീട്ടിലെപ്പോൾ ഉണ്ടെങ്കിലും സലീം കോടത്തൂരിൻ്റെ മടിയിലുണ്ടാവും, കൂടെ ഉണ്ടാവും ഈ മോള്. ആ ഒരു സ്നേഹപരിലാളനകൾ തന്നെയാണ് ഈ മോൾക്ക് കിട്ടിയ ഏറ്റവും വലിയത്. മമ്മൂട്ടിയുടെ കയ്യിൽ നിന്ന് അവൾക്ക് പുരസ്കാരം വാങ്ങിക്കാനും ദിലീപിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാനൊക്കെ സാധിച്ചത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നൊരു മോളാണ്. വന്നേരി സ്കൂളിൽ അങ്ങനെ തന്നെയാണ്. അവരുടെ സ്കൂളിൽ ഒരു സെലിബ്രേറ്റ് പഠിക്കുന്നുണ്ടല്ലോ എന്നുള്ള സന്തോഷമാണ് അവർ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ഇവരെയൊക്കെ സലീം കോടത്തൂരും ഹന്നമോളൊക്കെ അറിയുന്ന ആളുകളും എല്ലാവരും ആ പൊന്നുമോൾക്കും ഈ ഗായകനും വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനത് വഴി പോകുമ്പോൾ ഒന്ന് കയറി വീഡിയോ ഒക്കെ എടുത്ത സന്തോഷം പങ്കുവച്ചതാണ്. പിന്നെ സംഗീതം അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിച്ച ഒരാളെന്നല്ല സലീം കോടത്തൂർ. സലീമിൻ്റെ പാട്ട് സിനിമയിൽ വരെ എത്തിയത് സുലൈഖ മനസ്സിൽ നിന്ന് പേരുള്ള ഒരു സിനിമയിലൊക്കെ മൂപ്പരെ പാട്ടൊക്കെ വെച്ചിരുന്നു. പക്ഷേ മൂപ്പരയിൽ കാണിച്ചൊന്നുമില്ല. ആ സിനിമ തുടങ്ങുമ്പോൾ ഉള്ള ഒരു പാട്ട് രചിച്ചത്, അതിന് സംഗീതം കൊടുത്തതും ആരെന്നെയാണ്? സലീം കോടത്തൂരിനെയാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു സലീം കോടത്തൂർ എന്നൊരു ഗായകൻ. ഒരു ഗായകൻ എന്ന് മാത്രമല്ല, ഒരുപാട് നല്ല മനസ്സിൻ്റെ ഉടമ, ഒരുപാട് പേർക്ക് സഹായങ്ങൾ ചെയ്യാം, ഒരുപാട് സഹൃദയനാണ്. അപ്പോൾ സലീം കോടത്തൂരിനെ അറിയുന്ന, സലീം കോടത്തൂരിനെ ഇഷ്ടപ്പെടുന്ന ഒരാളുകൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ടിനെ കുറിച്ചിട്ട്, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ, സന്തോഷങ്ങൾ കൊടുക്കട്ടെ, ഇനിയും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനിൽ ഒരുപാട് വിജയങ്ങൾ അള്ളാഹു കൊടുക്കട്ടെ.